ചെയ്യാനായിട്ട് ഒരു സീക്രട്ട് സ്ട്രാറ്റജി, എല്ലാ ദിവസവും ലോസ് ഇല്ലാതെ കൃത്യമായിട്ട് 2% പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണോ? ഇങ്ങനെയായിരിക്കും എല്ലാവരും നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. ഇതിൽ വീഴാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. നിങ്ങളും അത്തരത്തിൽ ഒരു ചതിക്കുഴിയിൽ വീണ ആളുകളാണോ? ഉറപ്പായിട്ടും ആയിരിക്കും. സോ ട്രേഡ് ചെയ്യാൻ ശരിക്കും ഒരു സ്ട്രാറ്റജിയുടെ ആവശ്യമുണ്ടോ? അത് വേറൊരാൾ നമുക്ക് പഠിപ്പിച്ചു തരാനോ വേറൊരാളെ കോപ്പി ചെയ്യാനും സാധിക്കുമോ എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളുടെയും ഒരു പ്രോബ്ലമാണ് സ്ട്രാറ്റജീസ് ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ട് പോകുക. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് വ്യൂ ഉള്ള വീഡിയോസ് ഈ പറയുന്ന സ്ട്രാറ്റജീസ് ആയിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോസ് കാണാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടവും. പക്ഷെ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹൗ ടു ബിൽഡ് യുവർ സ്ട്രാറ്റജി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജി സ്വന്തമായിട്ട് നിങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെ, എങ്ങനെ അത് ഭാവിയിൽ ഇംപ്രൂവ് ചെയ്ത് സ്വന്തം ട്രേഡിങ്ങിൽ ഉപയോഗിക്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ സുനിൽ മത്തായി. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രേഡ് ടോക്സിന്റെ യൂട്യൂബ് ചാനലിലോട്ട് വെൽക്കം. ഒന്നാമതായിട്ട് നമുക്കിന്ന് ചെക്ക് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഒരു സ്ട്രാറ്റജി ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പച്ച ക്യാൻഡിൽ കാണുമ്പോൾ ബൈ ചെയ്യാനും ചുമന്ന ക്യാൻഡിൽ കാണുമ്പോൾ സെല്ല് ചെയ്യാനും നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? അത് മതിയില്ലേ? ഇങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളല്ലെങ്കിൽ സൈക്കോളജി വീഡിയോൻ്റെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്ത്? ട്രേഡ് ചെയ്യാൻ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വേണം. കൃത്യമായിട്ടുള്ള ടാർഗറ്റും കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സൈക്കോളജിനെ, മെൻ്റൽ സൈക്കോളജിനെ എഫക്റ്റ് ചെയ്യാതെ ഒരു സിസ്റ്റമാറ്റിക്കലി ഒക്കെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു സ്ട്രാറ്റജി വേണം എന്നുള്ളത് ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഗോളും ഒന്ന് ഒബ്ജക്റ്റീവും ആണ്. സോ നമ്മുടെ ടാർഗറ്റ്, നമ്മുടെ ഗോൾ എന്താണ്, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പലരും റിയലിസ്റ്റിക് അല്ലാത്ത ഗോളുകളൊക്കെയാണ് സെറ്റ് ചെയ്യുക. ഒരു വർഷം 500% റിട്ടേൺ വേണമെന്നൊക്കെ വിചാരിച്ചാൽ ഇതൊരിക്കലും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോളല്ല. നിങ്ങളൊരു എക്സ്പീരിയൻസ് കുറഞ്ഞൊരു ബിഗിനർ ആയിട്ടുള്ള ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം ഒരു 40-50% ഒക്കെ ടാർഗറ്റ് ചെയ്യാം. അത് വളരെ ഹൈ ആണ്. അത് അത്ര മോശമായിട്ടുള്ള ടാർഗറ്റ് ഒന്നുള്ള നല്ല ഹൈ തന്നെയാണ്. കാരണം ഒരു മ്യൂച്വൽ ഫണ്ട് ആവറേജ് കൊടുക്കുന്ന റിട്ടേൺ വെറും 15% മാത്രമാണ്. ഇനിയും നിങ്ങൾക്കിടെ ഒരു ദിവസം നിങ്ങൾ ഇൻട്രാഡേ ട്രേഡർ ആണോ, നിങ്ങളുടെ സമയം എന്തോരം ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളുടെ ടാർഗറ്റ്സും ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം ഒരു പേപ്പറിൽ എഴുതേണ്ടത്. ഞാൻ ഒരു വർഷം എത്ര ടാർഗറ്റ് ചെയ്യുന്നു, ഒരു ദിവസം എത്ര ടാർഗറ്റ് ചെയ്യുന്നു, എൻ്റെ റിസ്ക് ടോളറൻസ് എത്രയാണ്, എനിക്ക് ഒരു ദിവസം എത്ര ലോസ് ബുക്ക് ചെയ്യാൻ പറ്റും, അല്ല ഞാൻ 1 ലക്ഷം രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഈ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് എനിക്ക് ഒരു പ്രാവശ്യം 500 രൂപ നഷ്ടപ്പെടുത്തി എത്ര രൂപ ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള റിസ്ക് ടോളറൻസ്, എത്രമാത്രം ഡ്രോ ഡൗൺ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതായിരിക്കണം നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്കിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ട്രേഡിംഗ് സ്റ്റൈൽ ചൂസ് ചെയ്യണം. ഡിഫറെൻറ്റ് ട്രേഡിംഗ് സ്റ്റൈൽസ് ഉണ്ട്. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഞാനൊരു ട്രെൻഡ് മൊത്തം ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലാണ് ട്രേഡ് ചെയ്യാറ്. ചില ആൾക്കാരില്ലേ സ്കാൽപ്പ് ചെയ്യും, പെട്ടെന്ന് എൻട്രി ചെയ്യുന്നു, പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുന്നു, വീണ്ടും പെട്ടെന്ന് എൻട്രി ചെയ്യുന്നു, പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുന്നു. ഈ രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആളുകളുണ്ട് നമ്മൾ ഇക്വിറ്റിയിൽ മാത്രമായിരിക്കും അവർ ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ മീൻ റിവിഷൻസ് മാത്രമായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. ഇങ്ങനെ ചിലർ ഇൻഡിക്കേറ്റർ ബേസ് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ ഓപ്ഷൻ ബൈ ആണോ, ഓപ്ഷൻ സെല്ലാണോ, സ്റ്റോക്കിലാണോ ട്രേഡ് ചെയ്യുന്നത്, അതോ ഫ്യൂച്ചറിലാണോ, ഇനി ഏത് ട്രേഡിംഗ് സ്റ്റൈലാണ് എനിക്ക് പറ്റുന്നതെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ട്രേഡിംഗ് സ്റ്റൈലിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. നാലാമതായിട്ട് നമുക്കൊരു ട്രേഡിംഗ് ഐഡിയ വേണമെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എങ്ങനെ ഒരു ട്രേഡിംഗ് ഐഡിയ നമ്മൾ ജനറേറ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചിട്ടും ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ചും. എന്താണ് ടെക്നിക്കൽ അനാലിസിസ്, എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടുകൾ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫണ്ടമെൻ്റൽ ട്രേഡിംഗ് സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അതല്ല ടെക്നിക്കൽ ക്യാൻഡിൽസ് നോക്കി, പാറ്റേൺസ് നോക്കി, ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നോക്കി ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ടെക്നിക്കൽ
ട്രേഡിംഗ് സ്റ്റൈല് അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സെറ്റപ്പിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കൂടുതൽ റിസർച്ച് ചെയ്ത് നിങ്ങളുടെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ട്രേഡിംഗ് ഐഡിയ നിങ്ങൾ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ഈ രണ്ട് ട്രേഡിംഗ് മെത്തേഡിൻ്റെയും ഇമ്പോർട്ടൻസും ബെനിഫിറ്റ്സും ഡ്രോബാക്സും ഒക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തത് അഞ്ചാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഒരു ചാർട്ടിലോ ഒരു സ്റ്റോക്കിലോ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള എൻട്രി എക്സിറ്റ് പോയിന്റ്സ് അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം ഒരു ട്രേഡിംഗ് സ്റ്റൈലിൽ. ഫോർ എക്സാമ്പിൾ മൂവിങ് ആവറേജ് ക്രോസ് ഓവർ ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈലെങ്കിൽ ഒരു മൂവിങ് ആവറേജ് ക്രോസ് ഓവർ വരുമ്പോൾ എത്ര ടാർഗറ്റ് വെക്കണം, എത്ര സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യാം, ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ എന്തുപയോഗിക്കാം, പ്രൈസ് ലെവൽ, നമ്മൾ PCR എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ചില ലെവലുകൾ മാത്രം കിട്ടുന്ന ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലേ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവന്ന് നമ്മൾ ട്രേഡിങ്ങിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആറാമത്തെ ഒരു പോയിന്റ്, നിങ്ങളൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട 6th പോയിന്റ് എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. റൈറ്റ്, എത്ര റിസ്ക്, എത്ര 1 രൂപ റിസ്കിൽ എത്ര ടാർഗറ്റ് വേണം എന്നൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് എത്ര ക്വാണ്ടിറ്റി ബൈ ചെയ്യണം എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു റിസ്ക് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഒരു പൊസിഷൻ സൈസിങ്ങും നിങ്ങൾക്ക് വേണം. ഇതില്ലെങ്കിൽ എത്ര പെർഫോമൻസ് തരുന്ന സ്ട്രാറ്റജി ആണെങ്കിലും നിങ്ങൾക്ക് ലോസ് മാത്രമേ മേക്ക് ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കാം. നമുക്ക് അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മിക്സ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം. 2-3 ഇൻഡിക്കേറ്റേഴ്സിൻ്റെ മിക്സായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കാം. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 7ാമത്തെ പോയിന്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു, എൻട്രി എക്സിറ്റ് പോയിന്റ്, സ്റ്റോപ്പ് ലോസ്, റിസ്ക് മാനേജ്മെന്റ്, പൊസിഷൻ സൈസ് എല്ലാം ചെയ്തതിന് ശേഷമുള്ള 7ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് റെക്കോർഡ് കീപ്പിംഗ് ആണ്. റെക്കോർഡ് കീപ്പ് ചെയ്യണം, പെർഫോമൻസ് അനാലിസിസ് ചെയ്യണം. നമ്മൾ ഓരോ ദിവസം കിട്ടിയ പ്രോഫിറ്റ്സ് ലോസ് ഒക്കെ ഇങ്ങനെ കൃത്യമായിട്ട് എക്സൽ ചെയ്ത് ഒരു ട്രേഡിംഗ് ജേണൽ ക്രിയേറ്റ് ചെയ്ത് എത്ര ശതമാനം വിന്നിങ് റേറ്റ് ഉണ്ട്, എത്ര ടാർഗറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ പെർഫോമൻസ് ഇങ്ങനെ റെഗുലർലി അനാലിസിസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാകത്തുള്ളൂ, ഇത് നല്ല സ്ട്രാറ്റജിയാണോ മോശം സ്ട്രാറ്റജിയാണോ എന്നെല്ലാം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിൽ നിന്ന് നമുക്കതിനെ ഇംപ്രൂവ് ചെയ്ത് കുറച്ചുകൂടി അടിപൊളി സ്ട്രാറ്റജി ആയിട്ട് അതിനെ മാറ്റാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്വേർഡ് ഡേറ്റ അല്ലെങ്കിൽ ഒരു 1 ഇയറോ 2 ഇയറോ ബാക്ക് ഡേറ്റ എടുത്തിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നമുക്കിതിൻ്റെ എഫിഷ്യൻസിയൊക്കെ അളക്കാം. അതുപോലെ തന്നെ സ്ട്രാറ്റജീനെ റിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ട് നമ്മുടെ സ്ട്രാറ്റജീനെ നമുക്ക് മാറ്റി എടുക്കാനായിട്ട് പറ്റും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 9ാമത്തെ പോയിന്റ്, ഒരു സ്ട്രാറ്റജി ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 9th പോയിന്റ് എന്ന് പറയുന്നത് ഡിസിപ്ലിനാണ്. ഈ പറയുന്ന 8 പോയിന്റുകളും കൃത്യമായിട്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, ഡിസിപ്ലിനായിട്ട് ഫോളോ ചെയ്ത് ട്രേഡിംഗ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് ആ സ്റ്റൈലിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. നമ്മൾ ഇത്രയും പണിയൊക്കെ എടുത്തിട്ട് തോന്നിയമാതിരി പച്ച ക്യാൻഡിലും റെഡ് ക്യാൻഡിലും കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷൻ ട്രേഡ്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമ്മളെടുത്ത പണി എല്ലാം വേസ്റ്റാണ്. അങ്ങനെയുള്ള ഒരാളും സക്സസ്ഫുൾ ആവില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഒരു കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ വേണം. നമ്മുടെ സ്ട്രാറ്റജി ഏത് മാർക്കറ്റ് കണ്ടീഷനിലും കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ചില മാർക്കറ്റ് സ്റ്റേജസിൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ ആ സ്റ്റേജസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു സ്റ്റേജിൽ കൃത്യമായിട്ട് ട്രേഡ്, ആ ഒരു സ്റ്റൈൽ, ആ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമുക്ക് പറ്റണം. അപ്പോൾ ഒരു ട്രേഡിംഗ് സ്റ്റൈല് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട, ഒരു ക്രിയേറ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസും എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ട്രേഡിംഗ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ കൃത്യമായിട്ടുള്ള റിസ്ക് റിവാർഡും ഡിസിപ്ലിനും പൊസിഷൻ സൈസിങ്ങും നിങ്ങളുടെ റിസ്ക് ടോളറൻസും ഒക്കെ നോക്കിയിട്ട് ഒരു അടിപൊളി സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യുക. ഉറപ്പായിട്ട് അതിന് നിങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോഴും ഒരു സ്റ്റിൽ ക്രിയേഷൻ ഫേസിലാണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ
ഇനി ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ട് എൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അത് തരാൻ ഞാൻ റെഡിയാണ്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ട്രേഡ് ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ഗുഡ് ബൈ.